നമസ്കാരം. 2026 വിഷുഫലത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ഏപ്രിൽ 14 1201 ആണ്ട് മേടമാസം 1 തീയതി ചൊവ്വാഴ്ച. ഉദയാൽപ്പരം 8 നാഴിക 8 വിനാഴിക ചെന്നപ്പോൾ ചതയം നക്ഷത്രം 3-ാം പാദത്തിൽ മേടത്തിൽ രവി സംക്രമിക്കുമ്പോൾ വിഷു പിറക്കുന്നു. ഈ ഒരു വിഷു പിറക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരുടെയും വിഷുഫലം എപ്രകാരമുണ്ടെന്ന് നോക്കാം. ഓരോ കൂറുകാരുടെയും ചാരവശാലുള്ള ഫലങ്ങൾ പ്രത്യേകമായാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിത രീതിയിൽ അല്പം കുറച്ചൊക്കെ മാറ്റമുണ്ടെങ്കിലും ഏറെക്കുറെ കൃത്യമായ ഫലങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തതായി വിഷുഫലം അറിയാൻ പോകുന്നത് കർക്കിടകക്കൂറ്. കർക്കിടകം രാശിയിലെ പുണർദം 4-ാം പാദവും പൂയവും ആയില്യവും. കർക്കിടകക്കൂറിൽ ജനിച്ച പുണർദം 4-ാം പാദം പൂയം ആയില്യം ഈ നക്ഷത്രക്കാർക്ക് 2026 വിഷു പിറക്കുന്നത് വളരെ നല്ല സമയമാണ്. അതോടൊപ്പം തന്നെ ചില മേഖലകളിൽ മോശം സമയവും വന്നു ചേരുന്നു. ധനപരമായി വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുകയില്ല. എന്നാലും സാമാന്യം ഒരു വളരെ മികച്ച രീതിയിലുള്ളൊരു ഫലം ഉണ്ടാകും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ വിവാഹം നടക്കുവാൻ താമസം ഉണ്ടായവർക്ക് അവരുടെ വിവാഹം ഒക്കെ നടക്കുവാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു വിഷു പിറക്കുന്നതിലൂടെ വന്നു ചേരുന്നത്. വിഷമഘട്ടങ്ങളിലൊക്കെ നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലർ നിങ്ങളുടെ സഹായത്തിനായി എത്തും എന്നുള്ള ഒരു ഫലം കൂടിയുണ്ട്. അതുപോലെ തന്നെ വിദേശ യാത്രയൊക്കെ ഒരുങ്ങുന്നവർ വളരെ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യുക. ബിസിനസ്സുകാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു വിഷു പിറക്കുന്നതോടെ വന്നു ചേരുന്നത്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലം. ഈ ഒരു 2026 ജൂണിൽ തുടങ്ങുന്ന വിദ്യാഭ്യാസ കാലം അവർക്ക് വളരെ മോശം ഒരു സമയമാണ്. വിദ്യാഭ്യാസത്തിൽ മന്ദത അനുഭവിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പഠിച്ചു പോവുക. ഇതിന് പ്രതിവിധിയായി വിദ്യാർത്ഥികൾക്ക് വിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. കുട്ടികൾക്ക് പറ്റിയില്ലെങ്കിൽ രക്ഷകർത്താക്കൾ അത് പോയി ചെയ്ത് അവരുടെ പേരും നാളും പറഞ്ഞ് അവരുടെ ദോഷങ്ങളെ അകറ്റുക. അതുപോലെ തന്നെ കുടുംബ ദേവതകളെ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക, അവിടെ വഴിപാടുകൾ നടത്തുക. ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ ചെറിയ ദോഷങ്ങൾ മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു വിഷു ആശംസകൾ കൂടി നേരുന്നു. അടുത്ത ഫലങ്ങൾ അടുത്ത വീഡിയോയിൽ, അതായത് ആയില്യം കഴിഞ്ഞ് മകം പൂരം ഉത്രം നക്ഷത്രങ്ങളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ഫലം അടുത്ത വീഡിയോയിൽ കാണുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.